ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് ചിബീൻ്റെ ചാപ്റ്ററിൽ ചിബീൻ്റെ ലെസണിൽ നെക്സ്റ്റ് പേജ് നോക്കാം. ചിബി എന്ന കുഞ്ഞിനെക്കുറിച്ച് ഞാൻ മുന്നത്തെ ഇത് പേജസിലൊക്കെ പറഞ്ഞതാണല്ലേ. പാവം, ആരും ശ്രദ്ധിക്കാതെ ഇരുന്ന ഒരു കുഞ്ഞ്. അവൻ അവൻ്റെതായ ലോകത്ത് അവൻ പ്രകൃതിയെ നിരീക്ഷിച്ച് ഇങ്ങനെ അവൻ ഹാപ്പിയായി നടക്കുന്നു ഒറ്റയ്ക്ക്. ആരും അവനെ ശ്രദ്ധിച്ചുമില്ല, ആരും അവനെ കൂട്ടത്തിൽ കൂട്ടിയുമില്ല. പക്ഷേങ്കിൽ 6th സ്റ്റാൻഡേർഡിലെത്തിയപ്പോൾ ഒരു പുതിയ സർ ആ ക്ലാസ്സിൽ വന്നു. ആ സർ ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചു. അദ്ദേഹം ഈ കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി, ചെയ്ത വർക്കുകളും ഡ്രോയിങ്സ് എല്ലാം അദ്ദേഹം എന്താ ചെയ്തത്, വാളിൽ തൂക്കി എല്ലാവരും കാണുന്ന വിധത്തിൽ വെച്ചു. ശരിക്കും ആ കുഞ്ഞിനൊരു കോൺഫിഡൻസ് നൽകുന്ന രീതിയിലായിരുന്നു ആ സാറിൻ്റെ പെരുമാറ്റം. അങ്ങനെ ഗാർഡനിലെ ഓരോ ഫ്ലവേഴ്സും ഈ കുഞ്ഞിനെ അറിയാവുന്ന കണ്ട് ഇസോബ് എന്ന സാറ് ശരിക്കും ഞെട്ടിയിരുന്നു. മറ്റുള്ള കുട്ടികൾക്കൊന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇവൻ അറിയാമായിരുന്നു. നെക്സ്റ്റ് പാര നോക്കാം. When Chibi appeared on the stage at the talent show of that year, no one could believe his eyes. Who's that? What can that stupid do up there? But they were astounded when Mr. Izob announced that Chibi was going to imitate the cries of crows. Cries of crows? They had more surprises coming. എന്താ സ്റ്റാൻസ് ഈ പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം. വെൻ ചിബി അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ് അറ്റ് ദ ടാലൻറ്റ് ഷോ ഓഫ് ദാറ്റ് ഇയർ, നോ വൺ കുഡ് ബിലീവ് ഹിസ് ഐസ്. എന്താ സംഭവിച്ചത്? ആ ടാലൻറ്റ് ഷോ, ആ വർഷത്തെ ടാലൻറ്റ് ഷോയിൽ ചിബിയെ സ്റ്റേജിൽ കാണാനിടയായി. ചിബി സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവർക്കും ശരിക്കും ഞെട്ടി, ഇല്ലേ? സത്യം നമ്മൾ ഞെട്ടും. കാരണം എന്താ, ആ കുഞ്ഞ് എപ്പോഴും ബാക്ക് ബെഞ്ചിലിരുന്ന് ആരെയും മൈൻഡാക്കാതെ നിന്ന കുട്ടി എങ്ങനെ സ്റ്റേജ് കയറി എന്ത് പെർഫോം ചെയ്യാനാണ്? അപ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു ആ കുഞ്ഞിനോട്. ഹൂസ് ദാറ്റ്? വാട്ട് ക്യാൻ ദ സ്റ്റുപ്പിഡ് ഡു അപ്പ് ദിയർ? ആ മണ്ടനായ കുട്ടിക്ക് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക എന്നാണ് എല്ലാവരും പറയുന്നത്. ബട്ട് ദേ വിയർ അസ്റ്റൗണ്ട്. അവർ പക്ഷേങ്കിൽ എല്ലാവരും ആ ഓഡിയൻസ് പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയി. എന്താണ്? വെൻ മിസ്റ്റർ ഇസോബ് അനൗൺസ്ഡ് ദാറ്റ് ചിബി വാസ് ഗോയിങ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ്. കാക്കയുടെ കരച്ചിൽ ചിബി നന്നായി ഇമിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് ഇസോബ് അനൗൺസ് ചെയ്തതോടെ എല്ലാവരും ശരിക്കും ഞെട്ടി. ക്രൈസ് ഓഫ് ക്രോസ്, കാക്കയുടെ കരച്ചിലോ? ശരിക്കും നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ദി ഹാഡ് മോർ സർപ്രൈസസ് കമ്മിങ്. അങ്ങനെ കുറേ കാര്യങ്ങൾ വരാനുണ്ട്. നോക്കാം. ചിബി എൻറ്റേർഡ് ദ സ്റ്റേജ്. ചിബി അങ്ങനെ ഫസ്റ്റ് ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ചഡ് ക്രോസ്. Then he imitated the cries of Mother Crow and Father Crow. He then went on to show how crows cried early in the morning. He also imitated the cries of crows which were happy or sad. എന്താ ചിബി ചെയ്തത്? അനൗൺസ്മെൻറ്റ് കഴിഞ്ഞതോടെ ചിബി മെല്ലനെ സ്റ്റേജിലേക്ക് കയറി. ഫസ്റ്റ് ഇമിറ്റേറ്റഡ്. എന്താണ് അവൻ ആദ്യം ഇമിറ്റേറ്റ് ചെയ്തത്? ആദ്യം ആരെയാണ് അവൻ അനുകരിച്ചത്? ക്രൈസ് ഓഫ് ഹാച്ച്ഡ് ക്രോസ്. ചെറിയ മുട്ടയിൽ നിന്ന് ആദ്യം വിരിഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു സൗണ്ടായിരുന്നു ആദ്യം അവൻ അനുകരിച്ചത്. ദെൻ ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് മദർ ക്രോ. പിന്നെ അമ്മ ക്രോയുടെയും പിന്നെ അച്ഛൻ കാക്കയുടെയും ഒക്കെ സൗണ്ട് അനുകരിച്ചു. ഹി ദെൻ വെൻറ്റ് ഓൺ ടു ഷോ ഹൗ ക്രോസ് ക്രൈഡ് ഏർലി ഇൻ ദ മോർണിംഗ്. പിന്നെ രാവിലെ കരയുന്ന ക്രോയുടെ സൗണ്ട് വേറെ, അത് കാണിച്ചു. പിന്നെ ഹി ഓൾസോ ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ് വിച്ച് വെയർ ഹാപ്പി ഓർ സാഡ്. സന്തോഷത്തിലിരിക്കുന്ന കാക്കയുടെ കരച്ചിലും സങ്കടത്തിലിരിക്കുന്ന കാക്കയുടെ കരച്ചിലൊക്കെ കാണിച്ചു. ഇതൊക്കെ നമ്മൾക്കറിയാമോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മളിതുവരെ കാക്ക കരയുന്നത് എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ പലവിധ സൗണ്ടിലാണോ എന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ. നമ്മളെന്തെങ്കിലും ഭക്ഷണം അവിടെ ഇട്ട് കൊടുത്ത് നമ്മൾ വേഗം സ്ഥലം വിടും. പക്ഷേങ്കിൽ ഈ കുഞ്ഞ് എന്താണ് ആ കാക്കയെ ഫുൾ നിരീക്ഷിച്ച് അതെപ്പോഴൊക്കെയാണ് ഏതൊക്കെ സൗണ്ടിലാണ് കരയുന്നത് എന്ന് അവൻ മനസ്സിലാക്കി വെച്ചു. വേറെ ഒരു കുട്ടിക്കും അത് സാധിച്ചിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പേജ്. ഈ പേജിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഹൗ ഡിഡ് മിസ്റ്റർ ഇസോപ്പ് എൻകറേജ് ചിബി? ചിബി എങ്ങനെയാണ് ആത്മവിശ്വാസം നൽകി എൻകറേജ് ചെയ്തത്? He began to, he means here Isob. Isob began to spend time with Chibi and talk with him. അവനോട് സംസാരിച്ചു, സമയം ചെലവഴിച്ചു. Also, he never complained about Chibi's handwriting. He even displayed Chibi's drawings and writings in the class. അല്ലേ, ചിബി ആരും കാണാതെ വരച്ച ചിത്രങ്ങളും എഴുത്തുകളും ഒക്കെ അയാൾ എന്ത് ചെയ്തു, സാർ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ആയിട്ട് ക്ലാസ്സിൽ വെച്ചു. അപ്പോൾ അതൊക്കെ ആ കുഞ്ഞിനൊരു മോട്ടിവേഷൻ തന്നെയല്ലേ. ആരും ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത കുഞ്ഞിനെ ആ ഒരു സാർ എന്ത് ചെയ്തു, ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടും കൂടി അതൊന്നും സാർ മൈൻഡ് ചെയ്തില്ല.
കുഞ്ഞിനെ ചീത്ത പറയുക ഒന്നും ചെയ്തില്ല അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിസ്റ്റർ ഇസോബ് ഹെൽപ്പ് ചിബി ഫീൽ ബെറ്റർ അബൌട്ട് ഹിംസെൽഫ്? എങ്ങനെയാണ് ചിബിയെ പിന്നെ ഫീൽ ബെറ്റർ ആക്കി വെച്ചത്? അവൻ നല്ല ഒരു he always encouraged ചിബി ആൻഡ് ഈവൻ ഗേവ് ഹിം എ ചാൻസ് ടു പെർഫോം ഇൻ ടാലൻറ്റ് ഷോ. ആ കുഞ്ഞിനെ എങ്ങനെയാണ് അവൻ്റെതായ രീതിയിൽ അവനെ ബെറ്റർ ആക്കി വെച്ചത്? എങ്ങനെയാണ്? ആ കുട്ടിയെ ഹി ഓൾവേസ് എൻകറേജ്ഡ്, നല്ലോണം മോട്ടിവേറ്റ് ചെയ്തു, മോനത് ചെയ്യാൻ പറ്റും അല്ലേ? ആൻഡ് ഈവൻ ഗേവ് ഹിം എ ചാൻസ് ടു പെർഫോം, ടാലൻറ്റ് ഷോയിൽ പങ്കെടുക്കാനുള്ള ധൈര്യവും ആ സാറ് കൊടുത്തു. വാട്ട് പെർഫോമൻസ് ഡി ചിബി ഗീവ് എറ്റ് ടാലൻറ്റ് ഷോ? എന്ത് ഷോ ആണ് ചെയ്തത്? ടാലൻറ്റ് ഷോയിൽ എന്ത് പെർഫോമൻസ് ആണ് ഈ കുഞ്ഞ് കാണിച്ചത്? അറിയാലോ അല്ലേ? നിങ്ങൾക്ക് പാഠത്തിൽ കണ്ടതല്ലേ? He imitated the sounds of different varieties of crows. ക്രോസിൻ്റെ, അതായത് കാക്കയുടെ പല തരത്തിലുള്ള ശബ്ദങ്ങൾ, സന്തോഷത്തിലുള്ളതും സങ്കടത്തിലുള്ളതും ഒക്കെ ആ കുഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ് പേജ് നോക്കാം.